ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും വാസലിൻ്റെ യൂസസുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലേ? കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരണം കേട്ടോ. ആ വീഡിയോ കാണാതെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ദോഷങ്ങളേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പം ഒന്ന് വേഗം പോയി കാണണേ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് യൂസസ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ? അപ്പോൾ നമുക്ക് യൂസസിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ലിപ്പിൽ നോക്കാം. അപ്പോൾ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലാവസ്ഥ എന്താണെന്നറിയോ? ഒരു വെയിലും ഉണ്ട്, തണുപ്പുണ്ട്. രാത്രിയാകുമ്പോൾ തണുപ്പ്, പകലാകുമ്പോൾ വെയിൽ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ആണെങ്കിലും ലിപ്പൊക്കെ ആണെങ്കിലും ഒരുപാട് ഡ്രൈ ആവുന്നുണ്ട്, ഒരുപാട് വലിഞ്ഞ് മുറുകുന്നുണ്ട്. അപ്പം ആ വലിച്ചിലും മുറുകലും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാസലിൻ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ അത് വാസലിൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ ലിപ്പിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, പക്ഷേ അത് നൈറ്റ് ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് അല്ല. അപ്പോൾ ലിപ്പിൽ അപ്ലൈ ചെയ്യാം. നമ്മൾക്ക് ഡയറക്റ്റ് വാസലിൻ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ലിപ് ബാം ഇടൂലേ, ലിപ് ബാം ഇടാൻ നേരത്ത് അതിൻ്റെ മേലെ കൂടി ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ലിപ് ബാമിൻ്റെ മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ എഫക്റ്റ് തരും കേട്ടോ. അപ്പോൾ ലിപ്പിൽ ഒരെണ്ണം കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ജലദോഷം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നമുക്കിങ്ങനെ ഒരുമാതിരി പിരിപിരാന്നുണ്ടാവും, ഇതുപോലെ ഉണ്ടാവും. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വാസലിൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. വാസലിൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പോകുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ഇവിടെയൊക്കെയാണ് വരൾച്ച വരാറ്. ഇവിടെയൊക്കെ ഇങ്ങനെ വരാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ നമുക്ക് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമുക്ക് അണ്ടർ ഐയിൽ നല്ല ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അണ്ടർ ഐ ജെല്ലൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം വാസലിൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശേഷം അണ്ടർ ഐയിലുണ്ടല്ലേ, ആ അണ്ടർ ഐ ജെല്ലിൻ്റെ മോയ്സ്ചറൈസിങ് എഫക്റ്റിനെ ഈ വാസലിൻ ലോക്ക് ചെയ്ത് വെച്ചോളും കേട്ടോ. പക്ഷേ ഇത് റെറ്റിനോളോ വിറ്റാമിൻ സിയോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളിത് ഒരിക്കലും വാസലിൻ അപ്ലൈ ചെയ്യരുത്. അത് നമുക്ക് സൈഡ് എഫക്റ്റ് തരും. സോറി, ഞാൻ ഈ ഒരു കാര്യം മാത്രം മറ്റേ വീഡിയോയിൽ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം വിറ്റാമിൻ സിയും റെറ്റിനോളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വാസലിൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് സൈഡ് എഫക്റ്റ് തരും കേട്ടോ. പിമ്പിൾസും പിന്നെ സ്കിന്നിന് കുറച്ച് ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബേൺസ് ഒക്കെ ആവാൻ നേരത്തെ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ബേൺസ് ആയ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് വാസലിൻ. കാരണം എന്താ? നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്യാൻ നേരത്തെ നമ്മുടെ സ്കിന്നിൽ എന്താണോ ഉള്ളത് അതിന് ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊള്ളാൻ നേരത്തെ നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ ഉണ്ടാവുക? പൊള്ളുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ എന്താവും? ബേൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമുക്ക് ചൂടായിരിക്കും. ആ ചൂടിനെയായിരിക്കും ഈ വാസലിൻ നമ്മളെ ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ചൂടല്ലേ കിട്ടുള്ളൂ, അത് നമുക്ക് സ്കിന്നിന് ഇറിറ്റേഷൻ അല്ലേ ഉണ്ടാക്കുക. അപ്പം ഒരിക്കലും ബേൺ ആയ സമയത്ത് ഒരിക്കലും പോയിട്ട് നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്യരുത്. നമ്മുടെ ഒരു എന്താ പറയുക, പെട്ടെന്നുള്ള ഒരു റെമഡി എന്ന രീതിയിൽ ഒരിക്കലും വാസലിനെ കണ്ടിട്ട് അത് അപ്ലൈ ചെയ്യരുത്. കാരണം അത് നമുക്ക് ദോഷമാണ് ഉണ്ടാക്കത്തുള്ളൂ. നമ്മുടെ ചൂടിനെ ആയിരിക്കും അത് ലോക്ക് ചെയ്ത് വെക്കുക. കാരണം ബേൺ ആയി കഴിഞ്ഞ ശേഷം നമുക്കത് കുറച്ച് കഴിഞ്ഞ് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഹീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാസലിൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ പുരികമൊക്കെ ഉണ്ടല്ലോ, ഈ പുരികത്തിൽ നമുക്ക് നല്ല കട്ടിയുള്ള പുരികമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ത്രെഡ് ചെയ്യാത്തവർ അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഈ പുരികത്തിനൊക്കെ നമുക്കൊന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് വാസലിൻ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ ലാഷസിനെ നമ്മൾ മസ്കാര വെച്ച് അപ്ലൈ ചെയ്യാൻ നേരത്തെ അതിന് മുന്നേ നമ്മൾ ഈ ലാഷസിൽ ഒരിത്തിരി വാസലിനെടുത്ത് നമ്മൾ ഈ ലാഷസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മസ്കാര ഇടുവാണെങ്കിൽ കുറച്ച് വോളിമൈസ് ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. ലിപ്പിനെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ വാസലിനും അതേപോലെ ഷുഗർ സോൾട്ട് അത് നമ്മുടെ ചോയ്സാണ്. അത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് പോലെ കിട്ടി നല്ലൊരു സ്ക്രബും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ കൈപ്പത്തി, നഖം, നമ്മുടെ ക്യൂട്ടിക്കിൾ ഇവിടെയൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ക്യൂട്ടിക്കിളൊക്കെ നല്ല രീതിയിൽ ഇരിക്കും. അതേപോലെ തന്നെ കൈപ്പത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അതേപോലെ തന്നെ കാലിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ വാസലിൻ നന്നായിട്ട് നമ്മുടെ കാലിൻ്റെ പത്തിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു സോക്സ് ഇട്ടിട്ട് നമ്മൾ നൈറ്റ് കിടക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ കാലൊക്കെ ഇട്ടിട്ട് കിടക്കുന്നവരാണെങ്കിൽ രാവിലെ ആകുമ്പോൾ എന്തായാലും കാലൊക്കെ ഒന്ന് കഴുകണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പായിട്ട് നിലത്ത് കിടക്കും. അതുകൊണ്ട് കാല് കഴുകണം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് അതിന് മുന്നേ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ വാസലിൻ അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ നെയിൽ പോളിഷൊക്കെ ഇടുമല്ലോ, നെയിൽ പോളിഷൊക്കെ ഇടാൻ നേരത്ത് നമ്മുടെ ഈ ഒരു സൈഡിലെ ഈ രണ്ട് സൈഡിലും നമുക്ക് പോളിഷ് ആവും. അപ്പം അതിന് മുന്നേ നമ്മൾ നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ ഈ രണ്ട് സൈഡിലും കുറച്ച് വാസലിൻ തേക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. വൈറ്റ് ഹെയർസ് ഒക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഡൈ ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ആവും.
അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് വാസലിൻ തേക്കുകയാണെങ്കിൽ ആ കളർ അങ്ങനെ വരില്ല. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് പറയണേ. നമ്മുടെ ബാഗിലൊക്കെ സിബ് ഉണ്ടാവില്ല, സിബൊക്കെ ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും. അങ്ങ് ടൈറ്റായി തുറക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് അതിനെയൊക്കെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇല്ല വാതിലിൻ്റെ കുറ്റിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാസലിൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ലൂസായിട്ട് നമുക്ക് മേക്കപ്പ് റിമൂവറായിട്ടും വാസലിൻ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ വള, മോതിരം ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും ഇടാനും ഒക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് വാസലിൻ അപ്ലൈ ചെയ്തിട്ട് ഇടുവാണെങ്കിൽ ഊരുവാണെങ്കിൽ ഈസി ആയിട്ട് പോകും. ഒരു നാളായിട്ട് ബെഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ ഈ ബാക്കിലൊക്കെ പൊട്ടി അങ്ങനെ ഒരുപാട് ഒരു സംഭവമൊക്കെ വരും. അതിന് നമ്മൾ ബെഡ് സോർ എന്നാണ് മെഡിക്കൽ ടൈമിൽ പറയുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വാസലിൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വാസലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബെഡ് സോർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ യൂസസ് ആണ് ഇതിനുള്ളത്. അതിൻ്റെ സൈഡ് എഫക്റ്റും അതിൻ്റേതായത് ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നോക്കിയിട്ട് വാസലിൻ ശരിയായ രീതിയിൽ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ ഇനിയും അങ്ങോട്ടേക്ക് ഇടാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.